മക്കൾ ഇത്രയെങ്കിലും ചെയ്യണം. പള്ളിമണി കേട്ടാൽ ഉടനെ നമ്മൾ ഒരു കുരിശ് വരയ്ക്കണം. എന്ന് വെച്ചാൽ പള്ളിമണി എപ്പോഴും ദൈവ സാന്നിധ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തെ ഓർക്കാനുള്ള റിമൈൻഡറാണ് പള്ളിമണി. ഓക്കെ, മണി അടിക്കുമ്പോൾ എവിടെ യാത്രയിലായിരിക്കുമ്പോഴോ വീട്ടിലെ പള്ളിയിലെയോ ഒക്കെ കേൾക്കുമ്പോൾ ഉടനെ ഒരു കുരിശ് വെച്ച് കർത്താവേ കനിയണമേ. ആ ദൈവ ചിന്തയെ നമ്മൾ ദൈവത്തെ ചിന്തിക്കണം, ദൈവത്തെ വിചാരിക്കണം, 1 മിനിറ്റ് പ്രാർത്ഥിക്കണം. യെസ്, അതാണ് പള്ളിമണി. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും അല്ലേ. കുരിശ് കാണും അല്ലേ. പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാ മക്കൾ? അൽത്താരയാണ് അല്ലേ. അപ്പോൾ അൽത്താരയിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പിന്നിൽ കുരിശ് വെച്ചിട്ടുണ്ടാകും. ഈ കുരിശ് എന്താ കാണിക്കുന്നത്? നമ്മുടെ ദൈവത്തിൻ്റെ ത്യാഗനിർഭരമായ സ്നേഹം. അവിടെ സ്നേഹസമ്പന്നനായ ഒരു അപ്പനായിട്ടാണ്, ഒരു ഡാഡിയായിട്ടാണ്, ഒരു പപ്പയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കാണും ഒരു ജ്ഞാനസ്നാന തൊട്ടി. ഈ ജ്ഞാനസ്നാന തൊട്ടി കാണിക്കുന്നതന്നെ തേനും പാലും ഒഴുകുന്ന ആ കാനാൻ ദേശത്തിലേക്കുള്ള സ്വാഗതം. 2 നമ്മുടെ ജ്ഞാനസ്നാനം, 3 നമ്മുടെ വിശുദ്ധീകരണം, 4 പിശാചിൽ നിന്നുള്ള സംരക്ഷണം. അതാണ് ഓരോ ജ്ഞാനസ്നാന തൊട്ടി പ്രതിനിധീകരിക്കുന്നത്. പിന്നെ നമ്മൾ തീർത്ഥജലം കാണില്ലേ. ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ പള്ളിയിലെ അച്ഛൻ ഇങ്ങനെ തീർത്ഥജലം ഇടുന്നത് കാണാം. നമ്മുടെ വീട്ടിൽ ചെറിയ ഒരു കുപ്പിയിൽ തീർത്ഥജലം വെച്ച് മക്കളെ ഇതൊക്കെ പവർഫുള്ളായിട്ടുള്ള ആയുധങ്ങളാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ആയുധങ്ങളാണ്. കുമ്പസാരക്കൂട് കാണും അല്ലേ. കുമ്പസാരക്കൂട്, ഈ കുമ്പസാരക്കൂട് പ്രതിനിധീകരിക്കുന്നത് കർത്താവിൻ്റെ കാതുകളാണ്. അനുദപിക്കുന്ന പാപിക്ക് ഒരിടമാണ് കുമ്പസാരക്കൂട്. ഈ അൾത്താര എന്ന് വെച്ചാൽ സ്വർഗമാണ്. അൾത്താര = സ്വർഗം. അതുകൊണ്ട് മക്കളെ പള്ളിയിൽ വരുമ്പോൾ അങ്ങ് 10 അടി അകലെ അങ്ങ് ദൂരെ പോയിരിക്കരുത്. ഈ സ്വർഗത്തോട് ചേർന്നിരിക്കണം.